വെൽക്കം ബാക്ക് ടു മാജസ്റ്റിക്സ് ബൈ മായ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്താണ് ബോട്ടിൽ ലാമ്പിൻ്റെ വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ബോട്ടിൽ ലാമ്പാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. ഒട്ടും വരയ്ക്കാൻ അറിയാത്തവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് പേപ്പർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഒട്ടിച്ചതോ ഒന്നുമല്ല, നമ്മൾ ഡ്രോ ചെയ്തത് തന്നെയാണ്. നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന ബോട്ടിലാണ് മാൻഷൻ ഹൗസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ലിക്വർ ബോട്ടിലാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ബോട്ടിലിൽ വരയ്ക്കാനുള്ള ഇമേജസ് ആണ്. ഞാനത് ഗൂഗിളിൽ നിന്ന് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തേക്കുന്നത് ഒരു കോട്ടും 2 ഫെയറിയുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിത് വരച്ചു കൊടുക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ ഫോട്ടോസിൻ്റെത് നിങ്ങൾക്ക് ഏത് സൈസിലാണോ വേണ്ടത് അതനുസരിച്ച് സൂം ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. എന്നിട്ടത് വരയ്ക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ബട്ടർ പേപ്പറാണ്. നിങ്ങൾക്കിതിന് പകരം ഓയിൽ പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ആ വീഡിയോ ഓയിൽ പേപ്പർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കമൻറ്റിലോ ഡിസ്ക്രിപ്ഷനിലോ ഇട്ടേക്കാം. ആക്ച്വലി ട്രേസിങ് പേപ്പർ ഇല്ലാത്തവർക്ക് ഈ മെത്തേഡ് നല്ല രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. പേപ്പർ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓയിൽ പേപ്പർ യൂസ് ചെയ്യുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് ഫോണിൻ്റെ മുകളിൽ കൂടി നമുക്ക് ആ ഇമേജ് കോട്ട് എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ കാണാം. ഒരു പെൻസിൽ ഉപയോഗിച്ച് ഞാനത് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ കൊറോണയൊക്കെ ആയിരിക്കുന്നത് കൊണ്ട് പ്രിൻ്റ് ഒന്നും എടുക്കാൻ പറ്റാത്തവർക്ക് ഈ ബട്ടർ പേപ്പറും ഓയിൽ പേപ്പറും ഒരുപാട് ഉപകാരം ചെയ്ത് നമുക്ക് ഫോണിൽ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കത് ബോട്ടിലിലേക്ക് വരച്ചു കൊടുക്കാം, ഈ ഇമേജും ഈ കോട്ടും. അപ്പം ഞാൻ എടുത്തേക്കുന്നത് ഒരു ബ്ലാക്ക് കളറ് കാർബൺ പേപ്പറാണ്. നിങ്ങൾ മാക്സിമം ബ്ലാക്ക് തന്നെ ഉപയോഗിക്കുക. കാരണം ബേസ് കോട്ട് അടിക്കാത്ത ബോട്ടിലിൽ നമ്മൾ വരയ്ക്കുമ്പോൾ നല്ലോണം തെളിഞ്ഞ് കാണാൻ വേണ്ടി ബ്ലാക്ക് കളർ തന്നെയാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഞാൻ വരച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടാണ് ബോട്ടിലിൽ പതിഞ്ഞേക്കുന്നത്. അതിന് ശേഷം ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ സാധാ നമ്മുടെ പെൻസിൽ ഉപയോഗിച്ച് ക്ലിയർ അല്ലാത്ത ഭാഗം ഒന്നും കൂടി കറുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ ബ്ലാക്ക് ആക്രിലിക് കളറാണ് എടുത്തിരിക്കുന്നത്, ഫെവിക്രിലിൻ്റേത്. പിന്നെ ഒരു 000 സൈസ് ബ്രഷ് എടുത്തിട്ടുണ്ട് പെയിൻറ്റ് ചെയ്യാനും എഴുതാനുമായിട്ട്. ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് എഴുതുന്നതും വരയ്ക്കുന്നതും. അതുകൊണ്ട് തന്നെ ബേസ് കോട്ട് ഇല്ലാത്തത് കാരണം ചിലപ്പോൾ ഇളകി പോകാനുള്ള ചാൻസ് കാരണം ഞാൻ 2-3 കോട്ടായിട്ടാണ് ആ ഇമേജിനും നമ്മുടെ കോട്ട്സിനും പെയിൻറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. മാക്സിമം നിങ്ങൾ എടുക്കുന്ന ബോട്ടിൽ ക്ലിയർ ബോട്ടിലാവാതിരിക്കാൻ ശ്രമിക്കുക. കുറച്ച് ഫെയ്ഡായിട്ടുള്ള ബോട്ടിലാണ് മാൻഷൻ ഹൗസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ. അങ്ങനത്തെ ബോട്ടിൽസാണ് ശരിക്കും ബോട്ടിൽ ലാമ്പ് ഉണ്ടാക്കാനായിട്ട് നല്ലത്. ഈ മാൻഷൻ ഹൗസിൻ്റെ ബോട്ടിലിന് ഒരു ചെറിയ ഫെയ്ഡ് കളറാണ്. ഇപ്പോൾ അങ്ങനത്തെ ബോട്ടിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ക്ലിയർ ബോട്ടിലാണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ വൈറ്റ് ഗ്ലൂവും വെള്ളവും കൂടെ മിക്സ് ചെയ്തൊരു മിശ്രിതം ഉണ്ടാക്കിയിട്ട് ആ ബോട്ടിലിൽ അപ്ലൈ ചെയ്യുക. ഒരു ഓവർനൈറ്റെങ്കിലും അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഫെയ്ഡഡ് ബോട്ടിലായിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ കിട്ടും. അക്രിലിക് പെയിൻറ്റിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റേഡിയം റിഫ്ലക്റ്റീവ് പെയിൻറ്റ്, നൈറ്റ് ഗ്ലോ പെയിൻറ്റ് എന്നൊക്കെ മേടിക്കാൻ കിട്ടും. കുറച്ച് കോസ്റ്റ്ലിയാണ്. അതുപയോഗിച്ച് വേണമെങ്കിലും ഈ തീംസൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നമ്മുടെ ഇമേജും കോട്ട്സും വരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇടേ ഭാഗത്ത് കുറച്ച് സ്പേസ് വന്നിട്ട് ഒരു കുഞ്ഞു ഫെയറിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ചില ബോട്ടിൽസിലൊക്കെ ബീഡ്സും ത്രെഡും വെച്ചിട്ട് ഒരു ബാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ കുറച്ച് കട്ടിയുള്ള ത്രെഡാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ 2 സൈഡും കട്ട് ചെയ്തിട്ട് കട്ടി കുറഞ്ഞ ഭാഗമാക്കുക. എന്നിട്ട് നമ്മുടെ മുത്ത് ഇതേപോലെ കോർത്തെടുക്കുക. എന്നിട്ട് 2 സൈഡും നല്ലതായിട്ട് ടൈ ചെയ്തെടുക്കുക. ഇനി ഞാൻ കുറച്ച് ബ്ലാക്ക് ത്രെഡ് തന്നെയാണ് എടുത്തേക്കുന്നത്. അത് വെച്ചിട്ട് ബോട്ടിലിൻ്റെ ബോട്ടം സൈഡിൽ കുറച്ച് ഭാഗം ചുറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ ബാൻഡും കൂടി ചേർത്ത് കെട്ടി ഒരു ഡിസൈൻ ആക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വരച്ച ആ വലിയ ഫെയറിൽ ഇരിക്കുന്നത് ഒരു മഷ്റൂമിലാണ്. അപ്പോൾ ആ മഷ്റൂമിനൊരു ഭംഗിയെ കൂട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് ആക്രിലിക് വെച്ചിട്ട് ചെറുതായിട്ട് ഡോട്ടായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ വർക്കും ചെയ്തതിന് ശേഷം ഞാൻ ബോട്ടിലിൽ ക്ലിയർ വാർണിഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എല്ലാം വരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇപ്പോൾ കാണുന്നതാണ് ഡേയിലുള്ള വ്യൂ. പിന്നീട് കാണിക്കുന്നത് നൈറ്റിലുള്ള വ്യൂ ആണ്. ഞാനിപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് LED ലൈറ്റ്സ് ആണ് സാധാരണ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്ടർ LED വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നല്ല ഭയങ്കര ബ്രൈറ്റ് കളറായിട്ട് കിട്ടും. അപ്പോൾ ഒട്ടും വരയ്ക്കാൻ അറിയാത്തവർക്കും ഇതുപോലത്തെ ബോട്ടിൽ ലാംപ്സ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു അടിപൊളി ഐറ്റമായിട്ട് കാണുന്നവരേക്കും. ടാറ്റ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.